ഞാനിപ്പോൾ ഈ ചെല്ലണത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. ചേച്ചീനെ 7ാം മാസത്തിലുള്ള കൂട്ടിക്കൊണ്ടുപോകലാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയനുള്ള ലോകമായിരുന്നെങ്കിൽ അമ്മേൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ചാണ് വരാറുള്ളത്. അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളും ഓരോ മക്കളും ഏട്ടൻ്റെ മക്കളും ഓരോ മക്കളും എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ബിരിയാണി കേട്ടോ ഭക്ഷണം. ബിരിയാണി പറ്റാത്തവർക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഉപ്പുമാവും പാഡ്സും ഉണ്ട് കാരണം അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടോ. ഇത് ഓരി കൊണ്ടുവന്ന പലഹാരങ്ങളാണ്. ഇനി പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും ഓരി വെച്ച് കൊടുക്കും. അങ്ങനെ ചടങ്ങൊക്കെ തുടങ്ങാനായി. പായയിൽ നിലവിളക്ക് വെച്ചു, നെല്ല്, അരി, എണ്ണ അങ്ങനത്തൊക്കെ വെച്ചിട്ടോ. പിന്നെ ഇതാ ചടങ്ങൊക്കെ തുടങ്ങിട്ടോ. അപ്പം ഒന്നെങ്കിൽ ആങ്ങളമാരാട്ടോ ചെയ്യൽ, അതായത് ഏട്ടനോ അനിയനോ ആരെങ്കിലുമൊക്കെ ആട്ടോ ചടങ്ങ് ചെയ്യലും. അപ്പോൾ ഏട്ടനും ചേച്ചിക്കും എണ്ണയൊക്കെ എടുത്ത് തലയിലൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. പിന്നെ ശർക്കര ചോറും ഉണ്ടായിരുന്നു. ശർക്കര ചോറ് അവർക്ക് കൊടുത്തു. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടോ. അങ്ങനെ ഇതാ ഞാനും കഴിച്ചു കുറച്ച് ശർക്കര ചോറ്. പിന്നെ ഇത് അവർക്ക് കൊടുക്കേണ്ട പലഹാരങ്ങളാട്ടോ. അതായത് ചായ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കൊടുക്കേണ്ട അലുവ, ജിലേബി, ലഡു, കേക്ക്, നെയ്യപ്പം, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഐസ്ക്രീമും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ചേച്ചി പോവാനായി. അപ്പോൾ പോണതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. അപ്പോഴുള്ള ഡ്രസ്സെല്ലാം ഇട്ടത്. ഇപ്പോൾ പോണതിൻ്റെ സാരിയൊക്കെ എടുത്ത് പിന്നെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഇനിയിപ്പം കുട്ടീൻ്റെ 90 കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. പിന്നെ 9ാം മാസത്തിൽ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് ചേച്ചീൻ്റെ അവിടേക്ക് ഇനി കാണാൻ പോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.